പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ? ജീവിതത്തിലെ ഓരോ നിമിഷവും വളരെ സന്തോഷകരമായി ചിലവഴിക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ചിരിയിലൂടെ സന്തോഷകരമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടുള്ള ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ദി ഷോ. ഈ അവസരത്തിൽ ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ രമേശ് പിഷാരടി. രമേശ് ഏട്ടാ, വെൽക്കം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഡയാനയും വളരെ യാദൃശ്ചികമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ആരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഗ്യവാന്മാർ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഒരു കലാകാരൻ അയാളുടെ മേഖലയിൽ ഉന്നതങ്ങളിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും ആളുകൾ പറയുന്ന പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി രക്ഷപ്പെട്ടയാളും നാട്ടുകാരും അല്ലെങ്കിൽ പൊതുവെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് കഠിനാധ്വാനവും ഭാഗ്യവും. എത്ര കഠിനാധ്വാനം ചെയ്താലും ഉയരങ്ങളിലെത്താൻ പറ്റാതെ പോകുന്ന കലാകാരന്മാരുണ്ട്. അത് അവരുടെ നിർഭാഗ്യമാണ്. യാതൊരുവിധ കഠിനാധ്വാനങ്ങളും ഇല്ലാതെ ഭാഗ്യം കൊണ്ട് കലയിലെത്തി ഇതൊന്നും എൻ്റെ മേഖലയല്ലെന്ന് വിചാരിച്ചൊരു പോയിന്റിൽ നിന്നും വഴിതെറ്റി കലയിലെത്തി അവിടെ വലിയ ആൾക്കാരായി മാറുന്ന ആളുകളുമുണ്ട്. എങ്കിലും എപ്പോഴും കഠിനാധ്വാനത്തിന്റെ അളവാണ് കൂടുതൽ. അതിനോടൊപ്പം ഭാഗ്യം കൂടെ വന്നു ചേരുമ്പോഴാണ് ഒരു കലാകാരൻ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ എൻ്റെ പരിചയത്തിലുള്ള കലാകാരന്മാരുടെ ഇടയിൽ വ്യക്തിപരമായി എനിക്ക് തോന്നിയാൽ അല്ലെങ്കിൽ നമുക്ക് ഒരു കണക്കെടുത്താൽ ഭാഗ്യത്തിന്റെ അളവ് താരതമ്യേന കുറവായിരുന്നിട്ടും കഠിനാധ്വാനത്തിന്റെ അളവ് കൊണ്ട് അതിനെ തരണം ചെയ്ത് മുന്നിലേക്ക് വന്ന ഒരു പ്രതിഭയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അതിഥിയായി എത്തുന്നത്. മലയാള സിനിമയിലെ മികച്ച ഒരു തിരക്കഥാകൃത്ത്, മികച്ച ഒരു നടൻ, വേദികളിൽ സജീവമായിരുന്ന, ടെലിവിഷൻ ഷോകളിൽ സജീവമായിരുന്ന, സർവോപരി ഇനിയും വരാനിരിക്കുന്ന വർഷങ്ങളിൽ കൂടുതൽ മികച്ച സിനിമകൾ മലയാളികൾക്ക് സമ്മാനിക്കാൻ പോകുന്ന എനിക്കും നിങ്ങൾക്കുമെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട ആ കലാകാരനെ ഞാൻ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, ബിബിൻ ജോർജ്. ബിബിൻ, നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു രമേശ് ചേട്ടാ. ബിബിൻ, ഞാൻ പങ്കെടുത്തിട്ടുള്ള മിക്ക ഷോകളുടെയും ഭാഗമായിട്ടുള്ള, ഇപ്പോഴല്ല പണ്ട് തൊട്ടേ ഭാഗമായിട്ടുള്ള ഒരാളാണ്. പല ഷോകളുടെയും സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ ഏരിയയിൽ വളരെ സജീവമായിട്ടുള്ള ഒരാളാണ്. ഈ ഷോയിൽ കൂടി ബിബിൻ വരുമ്പോൾ ഞാൻ എപ്പോഴും ഒരുപാട് പേരുടെ മുന്നിലേക്ക് ബിബിനെ ഒരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട്. ബിബിന്റെ പുതിയ സിനിമ വിശേഷങ്ങൾ എന്താണ്? ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുമാലി എന്ന് പറഞ്ഞ സിനിമയാണ്. ധർമ്മേട്ടൻ, ഞാൻ ജോണിച്ചേട്ടൻ, പിന്നെ രാജീവ് ഷെട്ടി എന്ന് പറഞ്ഞ പുതിയ ഡയറക്ടറാണ്. രാജീവ് ഷെട്ടിയും സേവ്യർ അലക്സനും കൂടിയാണ് അത് എഴുതിയിരിക്കുന്നത്. പിന്നെ അടുത്ത പടം അബാം പ്രൊഡക്ഷൻ്റെ ഒരു പടമാണ്. അത് പേര് അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഞാനും വിഷ്ണുവും കൂടി ഡയറക്ഷൻ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഞാനിത് ചോദിച്ചത് ഒരാളോട് അടുത്ത എന്താന്ന് ചോദിക്കുമ്പോൾ പറയാൻ സിനിമകൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം ബിബിൻ ആദ്യമായിട്ട് നായകനായപ്പോൾ, ബിബിൻ നായകനായ സിനിമ എത്തിയപ്പോൾ സിനിമയ്ക്കുള്ളിലും പുറത്തുള്ളവരും ഒക്കെ പറഞ്ഞു ഒരു തവണയൊക്കെ ഇതൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞു. ബിബിൻ രണ്ടാമത് നായകനായി, മൂന്നാമത് നായകനായി, വീണ്ടും സിനിമകൾ എഴുതി, വീണ്ടും സംവിധാനം ചെയ്യാൻ പോകുന്നു. അവിടെയെല്ലാം ബിബിൻ്റെ ഒരു കഠിനാധ്വാനം നമുക്ക് വ്യക്തമായി ദർശിക്കാനാവും. നിങ്ങൾ കണ്ടില്ലെങ്കിലും ഞാൻ വ്യക്തിപരമായി പലതവണ കണ്ടിട്ടുള്ളതാണ്. ബിബിൻ എന്താണ് ഒരു മോട്ടിവേഷൻ ആകുന്നത് എപ്പോഴും? കാരണം വേണമെങ്കിൽ ബിബിൻ ഒരു പോയിന്റിൽ തളരാമായിരുന്നു, എല്ലാം ഇട്ടെറിഞ്ഞ് തളർന്നിട്ടുണ്ട് കേട്ടാ. തളരാതെയൊന്നുമില്ല, നല്ല കരച്ചിലരിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ചാൻസ് ചോദിക്കുമ്പോൾ ഈ ചാൻസ് തന്നോന്ന് പറയുമ്പോൾ ആ ഡയറക്ടർമാർ അവരൊക്കെ നമ്മളൊരു നോട്ടം നോക്കും. അപ്പോൾ നമ്മൾ ഉരുകിയിട്ട് തുണിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അത് വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു എഴുത്ത് എന്ന് പറയുന്ന മേഖല തിരഞ്ഞെടുക്കുന്നത്. അത് ശരിക്കും ഒരു എഴുത്തൊരു ലിവറേജാണ്. ആ സ്ക്രിപ്റ്റ് കൊണ്ടേക്ക് കാണിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് അതിലൊരു വേഷം വേണം. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ഡയാന ചേച്ചിയുടെ അടുത്തൊക്കെ ആദ്യം പോകുന്നത്. അതെ, ഡയാന ചേച്ചി എന്ന് പറയുന്നത് ഈ ഡയാന ചേച്ചി അല്ല കേട്ടോ. അത് ഒരു പ്രോഗ്രാം, സിനിമാല പോലെ റെക്കോർഡുകൾ ഇട്ടിട്ടുള്ള പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ഡയാന സിൽവസ്റ്ററാണ്. എന്നാലും കുഴപ്പമില്ല, പോട്ടെ. എഴുത്ത് തിരഞ്ഞെടുത്തപ്പോൾ തമാശ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണ്? ചേട്ടൻ പറഞ്ഞിരിക്കും, ആദ്യം പാട്ടുകാരനായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യുന്ന ആളാണ്. പാട്ടായിരുന്നു എനിക്കിഷ്ടം, ഞാൻ പാടിക്കൊണ്ടിരുന്ന. അപ്പോൾ 6ാം ക്ലാസ്സിലൊക്കെ വരെ പാട്ടുകാരനാണ്. പക്ഷെ എവിടെ പോയി പാടിയാലും ഇല്ല ചേട്ടാ. നമ്മളൊരു കല്യാണ വീട്ടിലായിരിക്കും പാടുന്നത്. അപ്പോൾ ഫ്രണ്ടിലിരിക്കണവർ ഇത്രയും സെന്റിമെന്റ്സ് ഒരു കാര്യമില്ലാതെ. എനിക്ക് പണ്ട് തുടങ്ങിയ സെന്റിമെന്റ്സ് ഇഷ്ടമല്ല. നമുക്ക് സിമ്പതി അല്ലല്ലോ വേണ്ടത്, നമുക്ക് എമ്പതിയാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് അന്നേ തീരുമാനം എടുത്തു, ഇനിയിപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ സെന്റിമെന്റ്സ് വിട്ടിട്ട് എവിടെ ചെന്നാലും നമ്മളെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവണം, ഒരു സന്തോഷം ഉണ്ടാവണം, ഹാപ്പിനെസ് ഉണ്ടാവണം.
അതിനാണ് മിമിക്രി എന്ന കല ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് എവിടെ പോയാലും സന്തോഷമുള്ളൂ. നമ്മൾ നടന്നു തന്നെ വരെ ചിരിക്കുക. അതെ, നമ്മുടെ ബിബിനും വിഷ്ണു എഴുതല്ലേ, ബിബിന് ഇതിന്റെ ഒരു വേദനകൾ അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ ബിബിൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ബിബിൻ എഴുതിയ മിക്ക സിനിമകളിലും ഒരു കഥാപാത്രം ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ളതുണ്ട്. കറക്റ്റ്. ഇതുവരെ എഴുതിയിട്ടുള്ള എല്ലാ സിനിമകളിലും. അതെ, ഇപ്പോൾ അമരക് ബ്രന്തോണി എടുത്തു കഴിഞ്ഞാൽ ജയേട്ടൻ്റെ ക്യാരക്ടർ, കട്ടപ്പന ഋതിക് റോഷനിൽ മിണ്ടാത്ത നമ്മുടെ സീമാജി നായരുടെ ക്യാരക്ടർ, ഏമണ്ടൻ പ്രേമകഥയിൽ വിഷ്ണുവിൻ്റെ ക്യാരക്ടർ, അങ്ങനെ അങ്ങനെ അന്ധനാണ്. അങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ, കാരണം ഇവരാരും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, എല്ലാവരും സമൂഹത്തിന്റെ ഭാഗമാണ്. ബിബിൻ, താങ്ക്സ് ഫോർ കമ്മിങ്. ബിബിന്റെ കൂടുതൽ തമാശകളും അനുഭവങ്ങളും എല്ലാം നമുക്ക് വരുന്ന എപ്പിസോഡുകളിലൂടെ കാണാം, കേൾക്കാം, ആസ്വദിക്കാം. താങ്ക് യു. നമുക്ക് അങ്ങോട്ടേക്ക് അങ്ങനെ നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡി കോൺടെസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നു. വി ഹാവ് സുനിൽ സൂര്യ ആൻഡ് കലാഭവൻ ഷാഫി. നിങ്ങൾ ഇന്ന് കനത്ത മത്സരമാണ് അല്ലെ? രണ്ടുപേരും വെൽവെറ്റ് കോട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് പെട്ടെന്ന് കണ്ണിൽ പെട്ടത്. ഓ അമ്മാവാ, എന്തു പറയുന്നു? അത് നിങ്ങളിപ്പോ ഈ വെൽവെറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് ഒരു പാട്ട് ഓർമ്മ വന്നു. ഏതാ? ഏയ് വെൽവെറ്റാ വെൽവെറ്റാ കാളംപൂളാം കീച്ചട്ട കോമഡി ഫ്ലോറിൽ വതറട്ട. കൊള്ളാം, കലകി. ഞാൻ ഭയങ്കര ഫാനാട്ടോ അമ്മാവന്റെ ക്രൂരങ്കാക്കയുടെ ഡൈഹാഡ് ഫാനാണ് ഞാൻ. അപ്പൊ നമ്മൊന്ന് കണ്ടുവരും. അല്ല, കാണണമെന്നില്ല, ഫാനാണ്. അടുത്ത പടത്തിന് അവസരവും കൊടുക്കണം അമ്മാവന്. അമ്മാവൻ ഇവിടെ ഇരിക്കുന്ന തന്നെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അമ്മാവൻ അഭിനയിക്കും. നിങ്ങൾ കാണാനിട്ടാണ് മോണോ ആക്ട്, മിമിക്രിയും പാട്ടും ഒക്കെ ആയിട്ട് എന്തൊക്കെയാണ് അമ്മാവൻ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അതാ നമുക്ക് മത്സരം തുടങ്ങിയാലോ? അമ്മാവ കൊടുക്ക് പണി. വിസലടി മുഴങ്ങട്ടെ. ഇവരുടെ നാട്ടിൽ ഒരു ഉണ്ണി മുസ്ലിയാരുണ്ട്, ഒരു പള്ളിയിലൊക്കെ ഉസ്താദാണ്. അപ്പോൾ അവിടെ കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചടങ്ങ്, കുട്ടി രാത്രി കരയ, അതല്ലെങ്കിൽ പനി, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രാക്ക് പോലത്തെ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദിൻ്റെ അടുത്ത് പോയി ഒരു നൂല് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ജപിച്ച് തന്ന് അത് കയ്യിൽ കെട്ടുക. അതല്ലെങ്കിൽ നമ്മൾ പുതിയ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിമേലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി ആക്സിഡൻ്റ് ആവില്ല, മാതിരി പനി മാറും, അങ്ങനെയൊക്കെ ഉള്ളൊരു ഉസ്താദാണ്. അപ്പോൾ ഇതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ പോവാണ്. അപ്പോൾ ഗൾഫിൽ പോകാൻ നേരത്ത് ഏകദേശം ധൃതിയിൽ പെട്ടെന്ന് നമുക്ക് പോവാം, പ്രാർത്ഥന ഒന്നും വേണ്ടാണ്. അപ്പോൾ പുള്ളിയുടെ ഉപ്പ സമ്മതിക്കില്ല. പറ്റില്ല, ഉസ്താദ് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി, ഉസ്താദ് വന്ന് ദ്വാരത്തിട്ട് പോയാൽ മതി, അല്ലാതെ പോണ്ട ഭയങ്കര പ്രശ്നം. അങ്ങനെ ലാസ്റ്റ് പുള്ളിയാ ഓക്കെ അനിയനെ ഉസ്താദിൻ്റെ അടുത്ത് വിട്ടു. അങ്ങനെ ഉസ്താദിനെ കയറ്റി അനിയ ഭയങ്കര സ്പീഡിൽ വരും. അപ്പോൾ ഉസ്താദ് പറയുന്നുണ്ട്, മെല്ലെ പോ വണ്ടി ഇടിക്കും. എന്തിനു പേടിക്കണ്, ഉസ്താദ് തന്ന ചരട് വണ്ടിമേ കെട്ടിക്കല്ലേ, വണ്ടി മറിയില്ല. അങ്ങനെ വണ്ടി അതിൽ ലോറി തട്ടി മറിഞ്ഞു. പറഞ്ഞപ്പോൾ ഉസ്താദ്, എടാ ഹംക്കെ, എന്നോട് ഞാൻ അപ്പോഴും പറഞ്ഞതാ മെല്ലെ പോ ഇപ്പോൾ ഇടിച്ചില്ലേ. അപ്പോൾ വേണിച്ചിട്ട് ഉസ്താദല്ലേ പറഞ്ഞ് ഇത് കെട്ടിയ വണ്ടി മറിയില്ല, നൂല് മന്ത്രിച്ചൂതി കെട്ടിയതുകൊണ്ടല്ലേ ഞാൻ അത്ര സ്പീഡിൽ വന്ന്. അപ്പോൾ ഉസ്താദ് അടുത്തേക്ക് പറയാം, എടാ പൊട്ടാ, നമ്മുടെ വണ്ടിമേ മാത്രമല്ലേ ഉള്ളൂ നൂല് മന്ത്രിച്ചൂതിക്കണേ, ഇടിച്ച ലോറിമേ ഞാൻ കെട്ടിയിട്ടില്ലല്ലോ, അത് ഈ മനസ്സിലാക്കണ്ടേത്. എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞത് കയറ് മേടിച്ചോണ്ടാണ്, അതായത് അയൽ കെട്ടാനുള്ള കയറ് മേടിച്ചോണ്ടാണ്. അപ്പോൾ കയറ് മേടിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൻപുറം ആയതുകൊണ്ട് ചെറിയ ഉള്ളേരിയുള്ള കടയാണ്. അതുകൊണ്ട് ഈ പലചരക്ക് പച്ചക്കറി ഒക്കെ വിൽക്കുന്ന കടയിലാണ് ഈ കയറ് വിൽക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ കയറ് മേടിക്കാൻ പോയിട്ട്, ചേട്ടാ ഒരു കയറ് വേണം. അപ്പോൾ എത്ര ഉണ്ട്, അത്യാവശ്യം ഒരു അയൽ കെട്ടാനുള്ള ഒരു കയറ് വേണം പറഞ്ഞു. ഓക്കെ, അപ്പോൾ എത്ര വേണ്ടി വെച്ചപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ മേടിച്ച ഓർമ്മയിലല്ലേ, അപ്പോൾ 1 കിലോ കയറ് കയറും. പുള്ളി അപ്പോൾ 1 കിലോ കയറ് തൂക്കി തന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി എൻ്റെ ഉപ്പ കയറെടുത്തപ്പോണ്ട് കയറിൻ്റെ കൂടെ ഒരു ഇത്ര പോകുന്നൊരു പീസ് വേറെ വീണു. ഇതെന്താ ഇത് കണ്ട് നേരെ കടയിലോട്ട് പോയി, ഇതെന്തത് കയറ് മുഴുവൻ എത്തണമില്ല, ഞാൻ പറഞ്ഞതല്ലേ, വെച്ചൊരു എക്സ്ട്രാ പീസ് കൊടുത്താൽ പുള്ളി പറയാം അത് 1 കിലോ കയറാണ് പറഞ്ഞത്. അപ്പോൾ തൂക്കിയപ്പോൾ 900 ഗ്രാമുള്ളൂ. അപ്പോൾ 1 കിലോ തേക്കാൻ വേണ്ടി ഒരു കഷ്ണം മുറിച്ചിട്ടാണ്. ഓണക്കാലമാണ്. അപ്പോൾ ഓണക്കാലം കളർഫുൾ ആവുന്നത് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ക്ലബ്ബുകളിൽ ഓണക്കാലത്തെ മത്സരങ്ങളൊക്കെ നടക്കുമ്പോഴാണ്. അപ്പോൾ ഓണക്കാലത്ത് എൻ്റെ നാട്ടിൽ മത്സരങ്ങളൊക്കെ നടക്കുകയാണ്. സിനിമാ ഗാന ആലാപന മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ജപ്പാൻ സുര വന്നിരിക്കുന്നത് ഞാൻ ഹരിമുരളീരവം പാടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. എല്ലാവരും ഞെട്ടിപ്പോയി, എടാ ഇതിൻ്റെ ആവശ്യമുണ്ടോ എനിക്ക്?
തെറ്റിദ്ധരിക്കരുത്, ഈ ജപ്പാനിലൊന്നും പോയിട്ടൊന്നുമല്ല ആൾക്ക് ജപ്പാൻ എന്നുള്ള പേര് കിട്ടിയത്. ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ കുഴിയുണ്ടല്ലോ, അതിൽ ഇയാൾ അബദ്ധവശാൽ വീണിട്ട് കാല് ഒളിഞ്ഞിട്ട് നാട്ടുകാർ ചാർത്തി കൊടുത്തൊരു പേരാണ് ജപ്പാൻ സുര എന്നുള്ളത്. അപ്പോൾ ജപ്പാൻ സുര ഞെട്ടിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഹരിമുരളീരവും പാടാൻ പോവാണ്. എൻ്റെ പൊന്നുമോനെ നീ അത് പാടരുത്, അത് ക്ലാസിക്കലൊക്കെ പഠിച്ചിട്ട് ഒക്കെ അറിയുന്ന ഒരു പാടേണ്ട ഒരു പാട്ടാണ്, ടഫാണ്, ഒന്ന് പോയാൽ വെറുതെ എപ്പോഴും നെഗറ്റീവ് ആക്കാൻ വേണ്ടി. ഞാൻ പാടും, എന്തായാലും എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടും, ഞാൻ ഫസ്റ്റ് അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പത്തെ ഓണക്കാലത്ത് ഈ ജപ്പാൻ സുര പാടിയ പാട്ട് ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ എന്നുള്ള പാട്ടായിരുന്നു. അപ്പോൾ സൗണ്ട് ഓപ്പറേറ്റർ രാമേന്ദ്രേട്ടനായിരുന്നു. ഈ രാമേന്ദ്രേട്ടൻ്റെ മകളുമായിട്ട് ജപ്പാൻ സുരയ്ക്ക് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് ഇയാൾ അറിഞ്ഞു. അപ്പോൾ ജപ്പാൻ സുര പാടാൻ വരുന്ന തക്കം നോക്കിയിട്ട് രാമേന്ദ്രേട്ടൻ സൗണ്ടിൻ്റെ മറ്റേ നമ്മുടെ മൈക്കിൻ്റെ എക്കോ കംപ്ലീറ്റ് അങ്ങ് കയറ്റി വെച്ച് ബീഡി വലിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. അതൊന്നും പറയാണ്ട് പാവം ജപ്പാൻ സുര വന്ന് ഇങ്ങനെ പാടി, ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശിശിൽപഗോപുരം തുറന്നു പുഷ്പ പാപാദൂകം കമ്പുറത്തു വയ്ക്കൂ നീ നഗ്നഗ്ന പാപദയകത്തു വരു ചക്രവർത്തിനി രാമേന്ദ്ര എൻ്റെ മോളെ ഇരിക്കല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞ തവണത്തെ ആ നാണക്കേട് മാറ്റണം, ഇപ്രാവശ്യം ഫസ്റ്റ് അടിക്കണം. അതിനാണ് ഹരിമുരളീരവം കൊണ്ടുവന്നത്. അങ്ങനെ നമ്മുടെ ജപ്പാൻ സുര കയറി ഹരിമുരളീരവം പാടി, ഹമ്മിങ് പാടി. അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടി. കിഡിലം പെർഫോമൻസ്. ഹമ്മിങ്. പല്ലവി പാടി, പല്ലവി അതിനേക്കാളേറെ ഗംഭീരം. ഇനിയിപ്പോൾ മറ്റേ സാധനം കൂടി വരാനുണ്ട്, ജതി വരാനുണ്ട്. ധാനത്തിക്കിട ദാക്തരികിട എന്നെല്ലാം പറഞ്ഞിട്ട് കിടിലൻ സാധനമാണ് ഇത്. നമുക്ക് തന്നെ ആർക്കും ഇങ്ങനെ പാടാൻ പഠിക്കാത്തവർക്കൊന്നും പാടാൻ പറ്റാത്തൊരു സാധനമാണ്, ഭയങ്കര ടഫായിട്ടുള്ള സാധനമാണ് ഇത്. ഇവൻ എങ്ങനെ പാടുന്ന എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മൂപ്പര് പാടിയത് ധാനപ്പുക്കിട്ട ദാക്കിട പുക്കിട്ട കിടപ്പുക്കിട്ട കിന്നക്ക് ദിക്കിട ദാക്കിട ദാക്കിട പുക്കിട കിടപ്പുക്കിട്ട കിന്നക്ക് ദാക്കുതാ കത്തുതാ ദിക്കിട ദാക്കിട ദാക്കിട പുക്കിട കിടപ്പുക്കിട്ട കിന്നക്ക് ദാക്കുതാ കത്തുതാ. കറക്റ്റം വലിക്കാൻ നിന്ന് സതീശൻ ആലോചിക്കേ ഈ പന്നി ഏത് കത്തിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. നമുക്ക് സമയം ബാക്കിയുണ്ട്, കുറച്ചുകൂടി സെക്കൻഡ്സ് ഉണ്ട്. പറഞ്ഞതൊക്കെ നന്നായിരുന്നു, രസകരമാക്കാൻ ശ്രമിച്ചു. വെരി ഗുഡ്. ഓവർ ടു ഷാഫി. ഓക്കെ, അപ്പോൾ എൻ്റെ നാട് കാരക്കാട്. അപ്പോൾ കാരക്കാട് ഞാൻ പട്ടാമ്പിയിലേക്ക് ബസ്സിൽ പോവാണ്. അപ്പോൾ ഞാൻ ബസ്സിൽ കയറി, അപ്പോൾ ഒരു അമ്മാവൻ്റെ അടുത്താണ് ചെന്നത്. അപ്പോൾ അമ്മാവൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ അമ്മാവൻ ഒരു കവറൊക്കെ തുറന്ന് കവറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വെറ്റിലെടുത്ത് അതിലിങ്ങനെ തേച്ച് ചുണ്ണാമ്പുറത്ത് തേച്ച് തൊട്ടി വായിലിട്ടു. അപ്പോൾ അതിന് കണ്ടക്ടർ ചേട്ടാ എവിടെ പോണു? അപ്പോൾ പട്ടാമ്പ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ബസ്സിൻ്റെ പുറത്തേക്ക് തൊപ്പി. അപ്പോൾ ഒരു ബൈക്കാരൻ്റെ നേരെ മുഖത്ത് കൈ മുറുക്കാൻ പോയത്. ബൈക്കാരെ അങ്ങനെ ബൈക്കാരെ ബസ്സിന് ക്രോസ് ഇട്ടിട്ട് ഈ തന്ത്രം കളവാ എവിടെ നോക്കിയിട്ടാ തുപ്പിണ്? താൻ തുപ്പിയത് എൻ്റെ മുഖത്തേക്കല്ലായത് ഇങ്ങനെ നോക്കിയിട്ട് തുപ്പണ്ടേ? അപ്പോൾ കാരണം ഒരു എന്ത് എടോ എൻ്റെ മുഖത്തേക്കല്ല ഇജ്ജ് തുപ്പിയത്. അപ്പോൾ തന്നെ കാരണം ഒരു തുപ്പാൻ പറ്റിയ മോന്തിന്ന്. അതുപോലെ നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു സെയ്താലിക കോഴി കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെയ്താലിക്കാക്ക് ചവിടും കേൾക്കൂല കണ്ണും കാണൂല. അപ്പോൾ ഒരാൾ വന്നിട്ട് സെയ്താലിക്കാൻ്റെ അടുത്ത് ചോദിച്ചു, സെയ്താലിക്ക ഈ കോയാക്കാൻ്റെ വീട് ഏതോ ചോദിച്ചു. പുള്ളി കോയാക്കാൻ്റെ വീട് ഏതോ ചോദിച്ചു. അപ്പോൾ സെയ്താലിക്ക 110 ഇന്നലെ ആണെങ്കിൽ 90 തന്നിരുന്നു, ഇപ്പോൾ റേറ്റ് കൂടി 110 കയറും. അപ്പോൾ പുള്ളി എഴുതി കൊടുത്തു. അപ്പോൾ കോയാക്കാൻ്റെ വീട് എന്നിട്ട് ആദ്യം പറയണ്ടേ, നേരെ പോവുക, വളവ് തിരിഞ്ഞ് ആദ്യത്തെ വീട്. അങ്ങനെ വേറൊരാൾ വന്നിട്ട് സെയ്താലിക്ക കോഴി എന്താ വില? നേരെ പോകുക, വളഞ്ഞിട്ട് ആദ്യത്തെ വീട്. അന്ന് പിന്നെ പുള്ളിക്ക് കച്ചവടം നടന്നിട്ടില്ല. കോഴി കച്ചവടം വരുന്നവരെ മുഴുവൻ ആദ്യത്തെ വീട്ടിലേക്ക് വിട്ടു. അതുപോലെ ഞാൻ ഈ മാക്സി കച്ചവടത്തിന് പോകും. അതായത് അപ്പോൾ അതേമാതിരി നമ്മൾ കാരക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി നേരെ തിരൂർ പോയിട്ട് ഇറങ്ങും. അപ്പോൾ ഈ മാക്സി കൊണ്ട് പോകുന്ന ടൈമിൽ ട്രെയിൻ പോയി തിരൂർ ഇറങ്ങി കഴിഞ്ഞാൽ തിരൂർ സുലൈമാൻ ഖാൻ്റെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് നേരെ അപ്പുറത്ത് തന്നെ പള്ളി. അപ്പോൾ പള്ളി പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പഠിച്ചവരെ മാക്സിയൊക്കെ വിൽക്കണം. നമ്മൾ മാക്സി ബാഗൊക്കെ വെച്ച് കൈയൊക്കെ കൈ ഗോതുണ്ടാക്കിയിട്ടാണ് നമ്മൾ പള്ളി കയറുക. പിന്നെ പള്ളി കയറി മാക്സിയൊക്കെ പോകണേന്നൊക്കെ പ്രാർത്ഥിച്ച് എല്ലാ മാക്സിയിൽ നിന്ന് പോകണേന്നൊക്കെ പറഞ്ഞ് മനസ്സൊരുക്കി പുറത്തിറങ്ങിയപ്പോൾ ദൈവം പെട്ടെന്ന് സ്വീകരിച്ചു. എല്ലാ മാക്സിയും പോയി, ആണുങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ ഓണാവകാശ മത്സരം തുടരുന്നു. ഇനി സ്ത്രീകളുടെ ലെമൺ ജ്യൂസ് അല്ല, സ്പൂൺ ആൻഡ് ലെമൺ റൈസ് മത്സരമാണ്. ഈ മത്സരം പിന്നെ നടക്കാൻ പോവാണ്. പുഷ്പേട്ടനാണ് ക്ലബിൻ്റെ സംഘാടകൻ. പുഷ്പൻ ആണ്. അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ നടക്കുന്ന പരിപാടിയൊക്കെ അതിൻ്റെ അടുത്തൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടാവും. അപ്പോൾ മൂപ്പരിങ്ങനെ നിൽക്കുകയാണ്.
4-5 പേര് മത്സരിക്കുന്നുണ്ട്. എല്ലാവരും മത്സരിച്ച് ഇങ്ങനെ അടുത്തേക്ക് എത്താറായി. അപ്പോൾ പേരെഴുതണം, വിന്നേഴ്സിൻ്റെ പേരൊക്കെ എഴുതണം. പേരെഴുതി കഴിഞ്ഞിട്ട് ഇത് അനൗൺസ് ചെയ്യണം. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഷൈൻ ചെയ്യാനൊക്കെ ഒരു ചാൻസ് കിട്ടുക. അപ്പോൾ നമ്മുടെ നേരത്തെ ജപ്പാൻ സുരയ്ക്ക് ഇതൊക്കെ ആഗ്രഹമുണ്ട്, ഇങ്ങനെയൊക്കെ എഴുതിയിട്ടൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ഈ മൂപ്പര് വിടില്ല. അപ്പോൾ അങ്ങനെ മത്സരം തുടങ്ങി. ആർപ്പോ ഇറോ എന്നൊക്കെ പറഞ്ഞ് ചാറ പറയാന്ന് പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങൾ ഇങ്ങനെ സ്പൂണൊക്കെ പിടിച്ച് ഇങ്ങനെ വരാൻ തുടങ്ങി. അടുത്തേക്ക് എത്താറായി. വിന്നേഴ്സ് 3 പേര് അടുത്തേക്ക് എത്താറായി. പെട്ടെന്ന് പുഷ്പേട്ടന് എന്തൊരു പന്തികേട് വന്നിട്ട്, ഡേ സുരേ ജപ്പാൻ ഇങ്ങോട്ട് പോര്, ഇത് പിടി. അതിൽ 3 പേര് പിന്നെ വിന്നേഴ്സ് ആരാന്ന് പറഞ്ഞാൽ അവരുടെ പേരൊക്കെ എഴുതി അനൗൺസ് ഒക്കെ ചെയ്യും. ഇതെന്ത് അതിശയം, ഇതുവരെ മൈക്കും തരാറില്ല, പേനയും തരാറില്ല, കടലാസും തരാറില്ല. ഒരു പ്രശ്നമില്ല, നീയൊക്കെ ചെയ്ത് പഠിക്കടേ, ഞാനെപ്പോഴും ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ ജപ്പാൻ സുര പോയിട്ട് ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി 1ാം സമ്മാനം കിട്ടി ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്താ പേര് എന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു എൻ്റെ പേര് സാരന്ത്രി എന്ന്. അപ്പോൾ സൂര്യ ഇങ്ങനെ നോക്കുകയാണ്, ഈ സാരന്ത്രിയുടെ ഇന്ദ്ര ചന്ദ്രൻ്റെ ആണോ ഭ്രാന്തിൻ്റെ ആണോ, ഇത് എഴുതാൻ പറ്റുന്നില്ല. ദൂരെ മാറി നിൽക്കാം മൂപ്പര് ഫോൺ പിടിച്ചിട്ട്. ഇല്ല ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മൂപ്പർക്കും എഴുതാൻ പറ്റുന്നില്ല, ഈ പേര് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ പുഷ്പൻ്റെ അടുത്തേക്ക് നേരെ നമ്മുടെ ആൾ പോയിട്ട് പറഞ്ഞു, ഇതാ ചേട്ടൻ തന്നെ അനൗൺസ് ചെയ്തോളൂ, എല്ലാം എഴുതിയിട്ടുണ്ട്. നോക്കുമ്പോഴേക്ക് 2 പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. 1ാം സ്ഥാനത്തിൻ്റെ പേര് എഴുതിയിട്ടില്ല. നീ എന്താടാ 1ാം സ്ഥാനം കിട്ടിയ അവരുടെ പേര് എഴുതാന്ന്? അത് ചേട്ടൻ തന്നെ എഴുതിക്കുക, എനിക്ക് ഭയങ്കര വയറുവേദന, പെട്ടെന്നൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരണം. നിങ്ങളൊരു കാര്യം ചെയ്തു, ചേട്ടൻ എഴുതിക്കോ, നമ്മുടെ ഗോപാലകൃഷ്ണേട്ടൻ്റെ ഭാര്യയില്ല, അവരാണ് എഴുതിക്കോ എന്ന് പറഞ്ഞു. ഇവരുടെ പേര് എഴുതുമ്പോൾ ആൾക്കാർ കാണുക, ഇത് മലയാളം അറിയുന്നില്ല. അപ്പോൾ പുഷ്പേട്ടൻ മൈക്ക് എടുത്തിട്ട് വന്നു, പ്രിയപ്പെട്ടവരെ, ഇപ്പോഴിവിടെ നടന്ന സ്പൂൺ ആൻഡ് ലെമൺ റൈസ് മത്സരത്തിൽ വിജയിയായിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ക്ലബിൻ്റെ കണ്ണിലുണ്ണിയായ ഗോപാലകൃഷ്ണന്റെ ഭാര്യ. യെസ്, ആരാണ്? അപ്പോൾ ഓഡിയൻസ് പറയാണ് സാരന്ത്രി. അതെ, അവരാണ് വിജയിയായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നന്നായിട്ട് ഭാര്യയെ പ്രോത്സാഹിപ്പിച്ച ഗോപാലകൃഷ്ണനെയും ഭാര്യയെയും അവരെ 2 പേരെയും വേദിയിലേക്ക് സമ്മാനം വാങ്ങാൻ വേണ്ടി ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞിട്ട് തടിയൂരി. സുനിൽ സൂര്യ, ഷാഫി, നിങ്ങൾ 2 പേരുടെയും മുൻ പെർഫോമൻസുകളുമായിട്ട് താരതമ്യം ചെയ്താൽ ഇപ്പം നമ്മുടെ ശത്രു ഇന്നലത്തെ നമ്മളെന്ന് പറയും. നമ്മൾ കൂടുതൽ നന്നാവുക, അല്ലെങ്കിൽ ഇന്നലത്തേക്കാൾ ബെറ്റർ ഇന്ന്, അത്രേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത്രയും രസകരമായോ ഇന്നത്തെ തമാശകളെന്ന് വ്യക്തിപരമായിട്ട് എനിക്കൊരു സംശയം തോന്നി. ചിലപ്പം ഈ തമാശയ്ക്ക് മറ്റുള്ളവർ ചിരിച്ചേക്കാം, നമുക്കറിയില്ല. എനിക്കിപ്പോൾ കേട്ടപ്പോഴങ്ങനെ തോന്നി. ബിബിൻ, സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വളരെ വിരളമായിട്ടുള്ള ആളുകൾ മാത്രം കൈവച്ചിരിക്കുന്ന മേഖലയാണ്, പ്രത്യേകിച്ച് ലെജൻഡുകൾ. ഇന്ത്യയിൽ ടോട്ടലി സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്ന് പറയുന്ന സെക്ഷനിലാണ് പുറത്ത്. നമ്മുടെ ഇവിടെ മിമിക്സ് പരേഡും അത് കഴിഞ്ഞ് ഓട്ടം തുള്ളലും മുതൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും 1981 സെപ്റ്റംബർ മാസം 21-നെങ്ങാണ്ട് 5 പേര് നിരന്ന് നിന്ന് മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞൊരു കലാരൂപം ഇവിടെ തുടങ്ങി. മിമിക്രി അത്ര കണ്ട് വളരുകയും ചെയ്തതുകൊണ്ടാണ് സ്റ്റാൻഡപ്പ് കോമഡി ഇവിടെ കുറഞ്ഞു പോയിട്ടുള്ളത്. ഞാൻ രമേശ് ചേട്ടനോട് സംസാരിക്കണം, ഗൂഗിളിൽ സെർച്ച് ചെയ്തോളെ. എൻ്റെ ഒരു കൂട്ടുകാരൻ തെങ്ങിൽ കയറുകയാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള കൂട്ടുകാരനല്ല, തേങ്ങ ഇടുന്ന ഒരാളാണ്. അദ്ദേഹം തെങ്ങ് കയറുമ്പോൾ ഒരു മരംകൊത്തി ഈ തെങ്ങിൻ്റെ പകുതിക്ക് ഒരു കൂടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മരംകൊത്തിയുടെ കൂടിനകത്തേക്ക് മരംകൊത്തി കയറി ഇരിക്കുമ്പോഴാണ് ഇവൻ കയറി തന്നെ. മരംകൊത്തി രാവിലെ എണീറ്റ് പണിക്ക് പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ ഇവിടെയായിട്ട് ഒരാളുടെ മുഖം, കൂടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ മരംകൊത്തി നോക്കിയപ്പോൾ ഒരാളുടെ മുഖം. മരംകൊത്തി മരം കൊത്തണ പോലെ തന്നെ ഇവൻ്റെ നെറ്റിയിൽ കൊത്താൻ തുടങ്ങി. കൈ തെങ്ങ പിടിച്ചിരിക്കുമല്ലോ, ഇവന് കൈ വിടാൻ വയ്യ. മുകളിലോട്ട് കയറിയ മരംകൊത്തി കൊത്തണത് വേറെ പല സ്ഥലങ്ങളിലും കൊള്ളും. അതുകൊണ്ട് ഇവൻ താഴത്തേക്ക് തിരിച്ചിറങ്ങി വന്നപ്പോഴേ കവിയൂർ പൊന്നമ്മ ചേച്ചിയൊക്കെ പൊട്ട് തൊട്ടേക്കുന്ന പോലെ നെറ്റിയിൽ ഇത്രയും വലിയൊരു റെഡുമായിട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നേക്കുവാ പൊട്ടും തൊട്ടിട്ട്. കഥ പറഞ്ഞേ മരംകൊത്തിയുടെ കഥ സൂപ്പർ അല്ലായിരുന്നോ? അല്ല, അത്രക്ക് പോരായിരുന്നത്. ഏതാ മരംകൊത്തിറ നെറ്റിക്കിട്ട് കൊത്തിയ കഥ? ഇവരുള്ള ആളാ. അല്ല, നീ ഏത് സൈഡാ? പുള്ളിയുടെ സൈഡ്? ഞാൻ ചേട്ടൻ്റെ സൈഡ്. എൻ്റെ സൈഡാണ്. അപ്പൊ തമാശ വിജയിച്ചു. മരംകൊത്തി നെറ്റിക്കിട്ട് കൊത്തിയ തമാശ വിജയിച്ചു. ഇനി എന്താ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു തമാശ പറയൂ. അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ പോണത് ഒരു ചക്കക്കുരുവിൽ നിന്നും ഗ്യാസ് ട്രബിളിലേക്കുള്ള യാത്ര. ചക്കക്കുരുന്ന് ഗ്യാസ് ട്രബിളിലേക്കുള്ള ഒരു യാത്രയാണ് ഞാനിവിടെ നിന്ന് അവതരിപ്പിക്കാൻ വന്ന സോങ് ആണ്. സോങ്ങിലൂടെ കഥയാണെന്ന് ഓർത്തു. അല്ല, സോങ് ആണ്. ആയിക്കോട്ടെ. ചക്കക്കുരു എടുത്തു, ചട്ടിയിലിട്ട് വറത്തു, ചിന്നപ്പിന്റെ മുടിച്ചു, വയലിട്ട് കടിച്ചു, പ്രതികരിച്ചു, കുരു പ്രതിധ്വനിച്ചു. ഇതിനെന്ത് പേര് കൊടുക്കാം? നമുക്ക് ഇതിനെന്ത് പേര് കൊടുക്കാം? ട്രബിള് തന്നെ, ഗ്യാസ് ട്രബിള് തന്നെ, ട്രബിള് തന്നെ, ഗ്യാസ് ട്രബിള് തന്നെ, ട്രബിൾ ട്രാ 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 എക്സെട്രാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് കേട്ടു, കുറച്ച് നല്ല തമാശ കഥകൾ കേട്ട് ചിരിച്ചു, കേശവ മാമന്റെ ചക്കക്കുരു സോങ് കേട്ടു. ഇനി അറിയേണ്ടത് ഇവരിൽ ആരൊക്കെയാണ് 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും എന്നാണ്. രമേശ് ഏട്ടാ, വാട്ട്സ് ദി വെർഡിക്റ്റ്? ഷാഫി ഇടയ്ക്ക് മറന്നു പോവുക, ഒന്ന് പ്രിപ്പയർ ചെയ്യാത്തതുപോലെയൊക്കെ എനിക്ക് തോന്നി. ബെറ്ററായിട്ട് തമാശ പറഞ്ഞതും പ്രകടനം കാഴ്ചവെച്ചതും
സുനിൽ സൂര്യയാണ് ഇന്ന് ഒന്നാമൻ, ഷാഫി രണ്ടാമൻ. ഓക്കെ യെസ്. അപ്പോൾ ഇവർക്കുള്ള ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ, ആ ഒരു സ്നേഹ സമ്മാനം സമ്മാനിക്കാനായിട്ട് ഞാൻ രമേശ് ചേട്ടനെയും ബിബിൻ ചേട്ടനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. ഒന്നാം സ്ഥാനത്ത് we have സൂര്യ. Congratulations. Same thing, Shafi. So with this, we are winding up today's episode of Once Upon a Time. ഇതിലും ഗംഭീരമായ മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. Until then, it's bye-bye from Once Upon a Time family.